നമസ്കാരം, എൻ്റെ പേര് ഷൈജു. വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വരാൻ പോകുന്ന 10th മെയിൻസിന്റെ പരീക്ഷകൾക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന രീതിയിൽ എങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തി എടുക്കേണ്ടത് ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുവാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ മുമ്പിൽ ഇനി വിരലെണ്ണാം ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് OAയുടെ പരീക്ഷയ്ക്ക് വേണ്ടി ഉള്ളത്. സോ നമ്മൾ 2025 എഴുതുന്ന വളരെ പ്രധാനപ്പെട്ട 2 10th മെയിൻസ് പരീക്ഷകളിൽ ഒന്ന് നമ്മുടെ സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന പരീക്ഷയും രണ്ടാമത്തത് ലാബ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷയുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിന് മുമ്പത്തെ സെക്രട്ടേറിയറ്റ് OAയുടെ പരീക്ഷയ്ക്ക് 1.5 വർഷം കൊണ്ട് ലിസ്റ്റിനകത്തുള്ള, അതായത് മെയിൻ ലിസ്റ്റിലുള്ള മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം കൊടുത്തുകൊണ്ട് 1.5 വർഷം കൊണ്ട് ആ ലിസ്റ്റ് എക്സ്പോർട്ട് ആയി പോയ ഒരു ചരിത്രമാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് OAയുടെ മുൻ വർഷത്തെ ലിസ്റ്റിനുള്ളത്. അതായത് 750-ലധികം ഉദ്യോഗാർത്ഥികൾക്ക് ഒറ്റയടിക്ക് 1.5 വർഷം കൊണ്ട് നിയമനം നൽകി ആ ഒരു ലിസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. സോ അവിടും തുടങ്ങി ആ ബാക്കിയുള്ള 1.5 വർഷം മുതൽ ഇങ്ങോട്ട് പുതിയ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ മുതൽ തന്നെ വലിയ ഒരു സാധ്യതയാണ് നിങ്ങളുടെ മുമ്പിലെ സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന പരീക്ഷയ്ക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് 2025 നടക്കാൻ പോകുന്ന ഈ സെക്രട്ടേറിയറ്റ് OA പരീക്ഷയ്ക്ക് വലിയ പ്രത്യേകതയാണുള്ളത്. വലിയ കോമ്പറ്റീഷൻ ഉണ്ട്. ഏറ്റവും കൂടുതൽ NCD കിട്ടിയ ഒരു തസ്തിക കൂടിയായിരുന്നു നമ്മുടെ സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന പരീക്ഷ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളെ എങ്ങനെയാണ് കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടത്, ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ പോകാം. പ്രധാനമായിട്ടും 2024 4 ഘട്ടങ്ങളിലായിട്ടാണ് പ്രിലിംസിന്റെ പരീക്ഷ പൂർത്തിയാക്കിയത്. നമുക്ക് എല്ലാവർക്കും അറിയാം, 28/12 തുടങ്ങി 8/2/2025 വരെ 4 ഘട്ടങ്ങളിലായിട്ടാണ് കഴിഞ്ഞുപോയ 10th പ്രിലിംസിന്റെ പരീക്ഷ നമ്മൾ എഴുതി മാറിയത്. 4 ഘട്ടങ്ങളിലായിട്ടാണ് എഴുതി മാറിയത്. അതിനകത്ത് പ്രധാനമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട തസ്തികകൾ ഒന്ന് സെക്രട്ടേറിയറ്റ് OA ആണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ലാബ് അസിസ്റ്റന്റ് ഉണ്ട്, സ്റ്റോർ കീപ്പർ എന്ന് പറയുന്ന തസ്തികയുണ്ട്, അതേപോലെ അസിസ്റ്റന്റ് ടൈം കീപ്പറും ഉണ്ട്. ഈ പ്രധാനപ്പെട്ട 4 തസ്തികകളൊക്കെ ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ 10th പ്രിലിംസിനകത്ത് നമ്മൾ എഴുതി മാറിയത്. ഇനി നമുക്കറിയാം, സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന പരീക്ഷയും സ്റ്റോർ കീപ്പർ ആണെങ്കിലും പിയൂൺ അല്ലെങ്കിൽ റൂം അറ്റൻഡന്റ്, സ്റ്റോർ കീപ്പർ, പോൾട്രി ഡിപ്പാർട്ട്മെന്റിലെ ഇതെല്ലാം അതിനകത്ത് വന്നു പോയ ചില പ്രധാനപ്പെട്ട തസ്തികകളാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി സെക്രട്ടേറിയറ്റ് OAയുടെ പ്രിലിംസിന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. നമുക്കെല്ലാവരും അറിയാം, നമ്മളെല്ലാം അതിനകത്ത് ഉള്ളതാണ്. 73.23 ആയിരുന്നു നോർമലൈസ്ഡ് മാർക്ക്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ കട്ട് ഓഫ് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിച്ച ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 54,291 പേരായിരുന്നു. അതായത് 54,291 പേരാണ് നമ്മുടെ വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് OAയുടെ മെയിൻസിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി എഴുതുവാൻ എക്സാം ഹാളിലേക്ക് വരുന്നത്. അവിടെ സ്റ്റോർ കീപ്പർ ആണെങ്കിൽ 78.49 കട്ട് ഓഫ് വന്നപ്പോൾ പോലും 23,812 പേരാണ് മെയിൻസിന്റെ പരീക്ഷയ്ക്ക് യോഗ്യത നേടിയത്. സ്റ്റോർ കീപ്പർ പോൾട്രി ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്ന, അതായത് പോൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് നടന്ന സ്റ്റോർ കീപ്പർ പരീക്ഷയിലെ കട്ട് ഓഫ് 77.18 വരുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 23,224 ഉദ്യോഗാർത്ഥികളാണ് ആ പരീക്ഷയുടെ പ്രിലിംസിന്റെ പരീക്ഷ ക്ലിയർ ചെയ്തുകൊണ്ട് മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോഴും നമ്മുടെ സെക്രട്ടേറിയറ്റ് OAയ്ക്ക് 382 വേക്കൻസികൾ ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പൊ നിലവിലുള്ളതാണ്. ഇനി മുമ്പോട്ട് പോകുന്തോറും അത് കൂടും. റാങ്ക് ലിസ്റ്റ് വന്ന് ഒരു 3 വർഷം റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. ഈ സമയത്തൊക്കെ എന്തായാലും നല്ലൊരു വേക്കൻസി തീർച്ചയായിട്ടും സെക്രട്ടേറിയറ്റ് OAയ്ക്ക് കിട്ടും. സോ അതുകൊണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പ്ലാനിങ്ങോടുകൂടി പരീക്ഷ അടിച്ചെടുക്കണം എന്നുള്ള ആ ഒരു ഭയങ്കര ഒരു ആത്മവിശ്വാസത്തോട് വേണം നിങ്ങൾ മുമ്പോട്ട് പോകാൻ. അല്ലാതെ സാധാരണ പോയി പരീക്ഷ എഴുതുന്ന പോലെ
വെറുതെ അങ്ങോട്ട് പോയി പരീക്ഷ എഴുതിയിട്ട് കാര്യമില്ല. ഈ സെക്രട്ടറി ഓയയുടെ പരീക്ഷ നമ്മൾ നേടിയെടുത്തേ പറ്റുള്ളൂ. സോ അത്രയും വേക്കൻസിയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി രണ്ടാമത്, ബാക്കിയുള്ള സ്റ്റോർ കീപ്പർ ആണെങ്കിൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് ആകെ 2 വേക്കൻസികൾ മാത്രമാണ് ഉള്ളത്. അതേപോലെ പിയൂൺ എന്ന് പറയുന്ന തസ്തികയ്ക്ക് 5 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തത്. അതേപോലെ സ്റ്റോർ കീപ്പർ പോൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ 1 വേക്കൻസി ആയിരുന്നു. സോ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെക്രട്ടേറിയറ്റ് ഓയാണ്. ഇപ്പൊ തന്നെ ഏകദേശം ഒരു 400-നടുത്ത് വേക്കൻസികള് നമുക്ക് നിലവില് കിട്ടിയിട്ടുണ്ട്. സോ വരാൻ പോകുമ്പോൾ അത് കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. സോ അതുകൊണ്ട് വലിയ സാധ്യത ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. ഇനി നമുക്ക് ഇനിയുള്ളത് സ്റ്റോർ കീപ്പർ. പോൾട്രിയിലെ ലിസ്റ്റ് വന്നിട്ടില്ല, അത് വിട്ടേക്കുക. അസിസ്റ്റന്റ് ടൈം കീപ്പർ എന്ന് പറയുന്ന പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ജില്ലാതല പരീക്ഷയായിരുന്നു. തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫ് വന്നിട്ടുണ്ട്. പ്രിലിംസിന്റെ പരീക്ഷ ക്ലിയർ ചെയ്ത ഉദ്യോഗാർത്ഥികളെ അറിയാൻ സാധിക്കും. 72.4 ആയിരുന്നു അവിടുത്തെ കട്ട് ഓഫ്. പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ലാബ് അസിസ്റ്റന്റ് പരീക്ഷയാണ്. ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് 2 ജില്ലകളിലെ പ്രിലിംസിന്റെ പരീക്ഷ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് 56.6 മാർക്കിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ 56.6 അതിനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിച്ച ഉദ്യോഗാർത്ഥികള് തിരുവനന്തപുരം ജില്ലയിലെ എന്തിന് പരീക്ഷയ്ക്ക് വേണ്ടി ക്ലിയർ ആയിട്ടുണ്ട്. അതായത് പ്രിലിംസിന്റെ പരീക്ഷ ക്ലിയർ ചെയ്തുകൊണ്ട് മെയിൻസിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി അവര് ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. സോ അപ്പൊ അവിടെ ഓർത്തിരിക്കേണ്ടത്, ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് നമുക്ക് തിരുവനന്തപുരം ജില്ലയുടെയും അതേപോലെ തന്നെ വയനാട് ജില്ലയുടെയും എന്ത് വന്നിട്ടുണ്ട്, പ്രിലിംസ് പരീക്ഷ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. വയനാടിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 46.9 ആയിരുന്നു ഒക്കെ ഉള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഇവിടെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, അതേപോലെ കേരള PSC ഓഫീസ്, അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസ്, അതുപോലെ കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നടക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള OA ഉൾപ്പെടെയുള്ള ഇത്രയും തസ്തികകൾ അല്ലെങ്കിൽ ഇത്രയും ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഒരു OA പരീക്ഷയാണ് നമ്മൾ ഈ സെക്രട്ടേറിയറ്റ് OA എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അതായത് 587/2023 നിലവിൽ ഏകദേശം ഒരു 400ഓളം വേക്കൻസികൾ നിലവിൽ നമ്മുടെ മുമ്പിലുണ്ട്. കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് പഠിക്കുവാണെങ്കിൽ പരീക്ഷ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തി എടുക്കേണ്ടത്, അതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. എടാ, ഇനിയുള്ള ദിവസങ്ങള് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വൈബിൽ പോയിട്ട് കാര്യമില്ല. കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് പഠിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മുടെ സിലബസ് നിങ്ങളിപ്പോ ഒന്ന് സ്വയം വിശകലനം ചെയ്ത് നോക്കണം. സിലബസിനോട് നീതി പുലർത്തിക്കൊണ്ടാണോ നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ള കാര്യം സ്വയം വിശകലനം ചെയ്യേണ്ടതാണ്. കാരണം സിലബസിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ്ടേ, മലയാളം 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, കണക്ക് 10 മാർക്ക്. അതായത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം തന്നെ നമുക്ക് എത്ര മാർക്കായി? 30 മാർക്കായി. അതേപോലെ കറണ്ട് അഫേഴ്സ് 20 മാർക്കാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫേഴ്സ് ഇത്രയും കൂടെ ആയപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പകുതി ചോദ്യങ്ങൾ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഈ സെയിം സിലബസ് തന്നെയാണ് നമ്മൾ ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് പോകുമ്പോഴും നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് കഴിഞ്ഞ LDയുടെ പരീക്ഷയ്ക്ക് ചെറിയ മാർക്ക് നഷ്ടപ്പെട്ടു പോയ ഉദ്യോഗാർത്ഥികൾ ഒന്ന് പൊടി തട്ടിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പരീക്ഷ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. കണ്ടോ, ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫേഴ്സ് അവിടെ തന്നെ ഇരിപ്പുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പകുതി മാർക്ക്. ഇനി ബാക്കിയുള്ളത് ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം, ഇതാണ് കണ്ടോ 6 മാർക്കായോ. കലാ, കായികം, സാഹിത്യം, സംസ്കാരം, ഇതൊക്കെ നമ്മുടെ 2021 ശേഷം PSC പുറത്തുവിട്ട സിലബസിനകത്ത് വന്ന ടോപ്പിക്കുകളാണ്. അവിടെ 5 മാർക്കായോ. അപ്പൊ 6, 5, 11 ആയോ. 50, 10, 60 മാർക്കിനുള്ള സാധനങ്ങൾ സെറ്റായോ. 60 മാർക്കിനുള്ള സാധനങ്ങൾ സെറ്റായോടാ ആയി. കണ്ടോ, ഇനി നോക്കിക്കോണേ, നമ്മുടെ സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ചെറിയ ടോപ്പിക്കാണ്. നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടെന്നുള്ള കാര്യം വെബിനാറിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും 5 മാർക്കിന്റെ സാധനമാണ് അത്. അതേപോലെ
കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന വിവരങ്ങൾ മാത്രം 3 മാർക്ക്. ഇപ്പൊ തന്നെ ഏകദേശം ഒരു 10 മാർക്കോളം ആയിട്ടുണ്ട്. അതായത് 50, 10, 60, 10, 70 മാർക്കിനുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടോ? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ പഠിക്കുന്നതും ഞാൻ പറഞ്ഞതും തമ്മിൽ എത്രത്തോളം വ്യത്യാസമുണ്ടെന്ന് സ്വയം വിശകലനം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം. സോ ഈ മേഖലകൾക്ക് വലിയ പ്രാധാന്യം. എന്താണ്ടേ, കേരളം, ഭരണ സംവിധാനം 5 മാർക്കാ, കുറച്ച് സാധനം പഠിക്കാനുള്ളൂ. അപ്പൊ ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരുണ്ടാവും. അത്രമാത്രം അങ്ങ് പോകുന്നില്ല, കാരണം അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്നവനായിരിക്കും എന്തായാലും പ്രിലിംസിന്റെ പരീക്ഷ ക്വാളിഫൈഡ് ആയിട്ടുള്ളത്. ഒന്നും അറിയാത്ത ഒരാളായിരിക്കത്തില്ലല്ലോ. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ഈ മേഖലകൾ കണ്ടെത്തി 2021 മുതൽ 2024 വരെ വിവിധ 10th പ്രിലിംസ്, 10th മെയിൻസ്, 12th പ്രിലിംസ്, 12th മെയിൻസ് പരീക്ഷകളിലെ ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിച്ചു പോയ ഹോട്ട് ടോപ്പിക്കുകൾ കണ്ടെത്തി. അതായത് ചില ടോപ്പിക്കുകളിനകത്തുനിന്ന് ഒരുപാട് ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടാവും. ആ മേഖലകൾ മാത്രം കണ്ടെത്തി ഒരു റിവിഷൻ ലെവലില് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മുടെ പരീക്ഷ നമ്മുടെ മുമ്പിൽ കിട്ടും. സോ നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, 2021 മുതൽ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ പരിശോധിച്ച് അതിനകത്തുനിന്ന് ചോദിച്ചു പോയ ഹോട്ട് ടോപ്പിക്കുകൾ, ചെറിയ സബ് ടോപ്പിക്കുകളുണ്ട്, ഒരുപാട് പരീക്ഷകൾ ചോദിച്ചു പോയ സബ് ടോപ്പിക്കുകളുണ്ട്. ഇത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷൻ ലെവലിൽ പ്രാക്ടീസ് ചെയ്യുക. ഇനി പുതുതായിട്ടൊന്നും പഠിക്കാൻ സമയമില്ല. കുറച്ച് മണിക്കൂറുകൾ മാത്രം, അതായത് കുറച്ച് ദിവസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ആ ഒരു സമയം കൃത്യമായിട്ട് ഒരു റിവിഷൻ ലെവലിൽ നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 2025 നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന പരീക്ഷ നിങ്ങൾക്ക് അടിച്ചെടുക്കുവാൻ സാധിക്കുമെന്നുള്ള കാര്യത്തില് യാതൊരു ഡൗട്ടും വേണ്ട. സോ ഇനി നിങ്ങൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഇനിയുള്ള ദിവസങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ മണിക്കൂറുകളും വലിയ വില നൽകേണ്ട സമയങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പേഴ്സണലായിട്ട് പറയാനുള്ളത്, നമ്മൾ സാധാരണ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉപകാരവും ഉണ്ടാവാറുണ്ട്, അതേപോലെ തന്നെ ഉപദ്രവവും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ പരമാവധി എന്റർടൈൻമെന്റ് പർപ്പസുകളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സോ മെയ് 21 കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു. സോ പരീക്ഷയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പഠിക്കുമ്പോൾ സോഷ്യൽ നെറ്റ്വർക്കുകളായിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റഗ്രാം, അതേപോലെ ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ നെറ്റ്വർക്കുകൾ താൽക്കാലികമായിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യണം. എന്നിട്ട് വേണം നിങ്ങൾ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകാൻ. അല്ലെങ്കിൽ നമ്മുടെ നല്ലൊരു സമയം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യും, നമ്മൾ പോലും അറിയത്തില്ല. നമുക്ക് ഈ റീലുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്കിലെ സമയം ഉപയോഗിക്കുമ്പോഴും നല്ല രീതിയിൽ സമയം പോകുന്ന കാര്യം നമുക്കറിയാം. പക്ഷെ നമ്മൾ 1 മണിക്കൂർ പഠിക്കുവാണെങ്കിൽ അയ്യോ എന്താണ് സമയം പോകാത്തെന്ന് ആലോചിക്കും. പക്ഷേ എന്റർടൈൻമെന്റ് പർപ്പസുകളിലെ സമയം പോകുന്ന നമ്മൾ പോലും അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത്തരം സോഷ്യൽ നെറ്റ്വർക്കുകൾ താൽക്കാലികമായിട്ട് അൺഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് പഠനത്തിലെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോകുവാൻ. അതായത് മക്കളെ, ഉറക്കമൊഴികെയുള്ള പരമാവധി സമയം നിങ്ങൾ എന്ത് ചെയ്യുക, പഠനത്തിന് വേണ്ടി മാത്രമായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വേണം മുമ്പോട്ട് പോകുവാൻ എന്നുള്ളതാണ് ഒരു സാരാംശം. രണ്ടാമത്തെ പോയിന്റ്, 2021 മുതൽ 2024 വരെ ഞാൻ ആ പറഞ്ഞു പോയ ഹോട്ട് ടോപ്പിക്കുകൾ കണ്ടെത്തിക്കൊണ്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ തള്ളി നീക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് സ്ട്രെസ് മാനേജ്മെന്റ്. അതായത് സ്ട്രെസ് വരാത്ത രീതിയിൽ, അതായത് ദിവസങ്ങൾ മുമ്പോട്ട് നിങ്ങൾ നീങ്ങി പോകുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ സ്ട്രെസ് വരാത്ത രീതിയിൽ കൃത്യമായിട്ട് പ്ലാനിങ്ങോടുകൂടി വേണം മുമ്പോട്ട് പോകുവാൻ. ചെറിയ ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പോലും ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരാൻ പാടില്ല. മനസ്സിനെ വിഷമിപ്പിക്കാത്ത രീതിയിൽ ദിവസങ്ങൾ തള്ളി നീക്കുക എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ നമ്മൾ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അത് മാത്രമല്ല, നമ്മളിങ്ങനെ ഈ ഒരു സാഹചര്യത്തില്
മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ പഠിച്ച പല കാര്യങ്ങളും മറന്നു പോകാറുണ്ട്. അപ്പൊ അതൊക്കെ വലിയൊരു പ്രശ്നങ്ങൾ നമ്മുടെ പഠനം, നമ്മൾ പഠിച്ചു വെച്ച കാര്യത്തില് വളരെയധികം ഒരു നെഗറ്റീവ് ഉണ്ടാക്കാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പഠനവുമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുകൂടി ഞാൻ ഈ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുവാണ്. അപ്പൊ ഇനി നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ സമയമില്ല എന്ന് തന്നെ കരുതുക. ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ടൈം ഇല്ല. അതായത് ഇത്തരം ഞാൻ ഈ പറഞ്ഞ മേഖലകൾ കണ്ടെത്തിക്കൊണ്ട് പഠിച്ച് മുമ്പോട്ട് പോകുവാൻ നിങ്ങൾക്ക് കൃത്യമായ സോഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ ഈ അവസാന മൊമെന്റുകൾ ഏറ്റവും കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് നേടിയെടുക്കുവാന് നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിഡ് ബൂസ്റ്റർ ബാച്ചാണ്. അതായത് ചെറിയ പൈസ മാത്രമേ ഉള്ളൂ ഫീസായിട്ട്. 30 മണിക്കൂർ കൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന 2021 മുതൽ 2024 വരെയുള്ള ഈ പറഞ്ഞു പോയ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചു പോയ ചോദ്യങ്ങളെല്ലാം കൃത്യമായിട്ട് അതിന്റെ സോഴ്സ് കണ്ടെത്തിക്കൊണ്ട് അവിടെ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മളിപ്പോ ഒരു ബുള്ളറ്റ് ഡോസ് പോലെ തന്നെ, അതായത് ബുള്ളറ്റ് പോയിന്റ്സുകൾ മാത്രം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിൽ ഒരു 30 മണിക്കൂറിന്റെ ഒരു ക്രാഷ് ബാച്ച്, ബൂസ്റ്റർ ബാച്ച് എന്നാണ് അതിന് പറയുന്നത്. റാപ്പിഡ് ബൂസ്റ്റർ ബാച്ച് ആണ്. എത്രയും പെട്ടെന്ന് നമ്മൾ ഈ പറഞ്ഞ 30 മണിക്കൂർ കൊണ്ട് എൻറ്റയർ സിലബസ്, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം, ഡീറ്റെയിലിംഗ് ഒന്നുമില്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങളെ സജ്ജരാക്കുവാൻ വേണ്ടിയുള്ള ഒരു ബാച്ചാണ്. സോ എല്ലാവർക്കും ഇതിനകത്തേക്ക് കടന്നു വരാവുന്നതാണ്. നിങ്ങളുടെ വരാൻ പോകുന്ന നമ്മുടെ ഈ പറഞ്ഞ സെക്രട്ടേറിയറ്റ് OA പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിൽ നല്ല റിസൾട്ട് നേടിയെടുക്കുവാൻ സാധിക്കുന്ന നല്ലൊരു ബാച്ചാണ് ഈ പറഞ്ഞ റാപ്പിഡ് ബൂസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത്. സോ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുവാൻ ബോർഡ് നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ലൈവ് ക്ലാസ്സുകളായിരിക്കും നമുക്ക് ഉണ്ടാവുക. അവിടെ 30 മണിക്കൂർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. സോ ഈ ഒരു ചെറിയ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് OA പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടത്, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ ഒരു കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഈ രീതിയിൽ ഇനിയുള്ള ദിവസങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകട്ടെ. 2025 കൂടി നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ വന്ന ഒരു വർഷമായി ചരിത്രം രേഖപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു യൂസ്ഫുൾ സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.